കേരളത്തിലെ മുഖ്യമന്ത്രിയെ അടക്കം ജാതീയമായി ആക്ഷേപിക്കുകയും ഈ തെരുവുകളിൽ ജനക്കൂട്ടം വെല്ലുവിളിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ജനാധിപത്യത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട്, സ്ത്രീ തുല്യതയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു നവജനാധിപത്യ മൂവ്മെൻ്റായിട്ടാണ് ആർപ്പവാർത്തവം കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കാതെ ഇവരെല്ലാം സംഘാടകരിൽ ഒരു വിഭാഗമെങ്കിലും കുഴപ്പം പിടിച്ചവരാണെന്നും മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്നുമാണ് പറയുന്നത്. ഞാനതിനെക്കുറിച്ച് കുറച്ചു മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ചു ചോദിച്ചു, മുഖ്യമന്ത്രി വരാൻ സാധ്യതയില്ല, എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിന് സുരക്ഷ ഭീഷണി ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട്, അതിനാണല്ലോ പോലീസ്. മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ സുരക്ഷിതത്വം കൊടുക്കുവാനാണ് ശമ്പളം കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഇവിടെ പോലീസിനെ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ മുഖ്യമന്ത്രിയോട് അങ്ങോട്ട് പോകേണ്ടെന്ന് പറയാനല്ല. ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യത്തെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, ഒരുപക്ഷെ ഈ മൂവ്മെൻറ്റിൻ്റെ ആത്മവിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ കെടുത്താൻ കഴിയുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനം വന്നിട്ടുള്ളതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള പുതിയൊരു വഴി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ, അതായത് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ബ്രാഹ്മണ്യം വിഴുങ്ങിയ അസാധ്യമായ, ഒരുപക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങളുടേതായ ഒരു പുതിയ രാഷ്ട്രീയം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇനി വിട്ടുവീഴ്ചയില്ലാതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബ്രാഹ്മണ്യത്തോട് രാഷ്ട്രീയമായും സാംസ്കാരികമായും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയാൽ മാത്രമേ നമുക്ക് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഇന്ത്യൻ മണ്ണിൽ സ്ഥാപിക്കാൻ കഴിയൂ എന്നതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. ഒറ്റ രാത്രി കൊണ്ടാണ്. നമ്മൾ അറിയണം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ പിന്നണി ജനവിഭാഗങ്ങൾക്ക്, ബഹിഷ്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന നൽകിയിരുന്ന ഉറപ്പിനെ ഒറ്റ രാത്രി കൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് അട്ടിമറിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്കിനി പരാതി പറയുവാൻ രാഷ്ട്രീയ നേതൃത്വമില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞൊരു പുതിയൊരു രാഷ്ട്രീയം നമ്മൾ തേടിയേ പറ്റും. ഈ നവോത്ഥാനത്തെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്നത് എന്താണ് എന്നതൊരു മർമ്മപ്രധാനമായ കാര്യമാണ്. ഞാൻ പറയുന്ന നവോത്ഥാനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ രാഷ്ട്രീയ പാത കേരളത്തിൽ വെട്ടിത്തെളിക്കേണ്ടതുണ്ട്. ആ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ, നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടും അതിനെ വികസിപ്പിച്ചുകൊണ്ടും പുതിയൊരു രാഷ്ട്രീയ പാത വെട്ടിത്തെളിക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ എനിക്ക് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ വളരെ വ്യക്തമായ ചില തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യം രൂപപ്പെട്ടതിൻ്റെ ഒരു പിന്തുടർച്ച നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഇന്ത്യയെ ജനാധിപത്യം പഠിപ്പിച്ചത് നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയുള്ള ഇന്നത്തെ ദേശീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ആയിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ഇന്ത്യയിൽ ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടി നടന്ന നീണ്ട കലഹങ്ങളാണ് നീതിബോധം എന്നൊരു പുതിയ കാര്യം ഇന്ത്യയെ പഠിപ്പിച്ചത്. ഇന്ത്യയിലെ മനുഷ്യർ നീതിബോധം ഉണ്ടായിരിക്കുന്നത് അവർ ഈ രാഷ്ട്രീയ നേതൃത്വം പഠിപ്പിച്ച ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നല്ല, മറിച്ച് ആഭ്യന്തര നീതിക്ക് വേണ്ടി വ്യത്യസ്ത ജനവിഭാഗങ്ങൾ നടത്തിയ യുദ്ധങ്ങളാണ്, ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ബാലപാഠം നമ്മെ പഠിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം നാം അറിയേണ്ടതുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൻ്റെതായ ആ പാരമ്പര്യം എന്ന് പറയുന്നത് സമഗ്രമായ ഒരു ബ്രാഹ്മണ്യ വിരുദ്ധ, ജാതി വിരുദ്ധമായ ഒരു പാരമ്പര്യമാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുമ്പോൾ, ഇനി ഈ ബ്രാഹ്മണ്യ വിരുദ്ധവും ജാതി വിരുദ്ധവുമായ ഈ പാരമ്പര്യത്തെ രാഷ്ട്രീയമായി നമുക്കെങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റും എന്ന ചോദ്യം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന ഈ പുതിയ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിലെ IUML അടക്കം OIC അടക്കമുള്ള 2-3 പേരും രാജ്യസഭയിൽ 7 പേരും മാത്രമാണ് ഇതിനെ എതിർത്ത് വന്നത്. രാഷ്ട്രീയമായി നമ്മൾ വിരുദ്ധ ധ്രുവങ്ങളിലാണ് എന്ന പ്രതീതി നിലനിൽക്കുമ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ യോജിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രീയമായി നമ്മൾ ഉത്തരം തേടിയേ മതിയാവൂ. അങ്ങനെ തേടുമ്പോൾ ഏത് കാര്യത്തിലാണ് മലയാളിയുടെ ഉന്നതമായ നീതിബോധത്തെ സംബന്ധിച്ച്, ഉത്ബുദ്ധതയെ സംബന്ധിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ആ സമയത്തൊക്കെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചൊരു വാചകം, ഉത്ബുദ്ധനായ മലയാളിയുടെ ഉത്ബുദ്ധതയ്ക്ക് ഒരു ഏങ്കോണിപ്പുണ്ട് എന്നതായിരുന്നു. അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഉത്ബുദ്ധമായി പ്രവർത്തിക്കൂ, ചില സ്ഥലങ്ങളിൽ ഉത്ബുദ്ധതയ്ക്കെതിരായ നിലപാടും എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ ഈ ബുദ്ധിജീവികളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, അത് ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കുന്നത് കൊണ്ട് നിലവിലുള്ള സംവരണത്തിന് യാതൊരു കോട്ടവും ഉണ്ടാകില്ല എന്ന വ്യാജ്യമായ ഒരു പ്രചാരണമാണ് അവർ നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ഭരണഘടനാ സംവിധാനത്തിൻ്റെ സംവരണത്തിൻ്റെ മാനദണ്ഡത്തെ അട്ടിമറിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ വലിയൊരു പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ മാനദണ്ഡം മാറുന്നതോടെ യഥാർത്ഥത്തിൽ സംവരണം എന്നത് അർത്ഥശൂന്യമായൊരു കാര്യമായി മാറാൻ പോവുകയാണ്. അമർത്യാസൻ വളരെ ശരിയായി നിരീക്ഷിച്ചതുപോലെ എല്ലാവർക്കും സംവരണം കൊടുക്കാനാണെങ്കിൽ സംവരണം അർത്ഥശൂന്യമായൊരു കാര്യമായി മാറുമെന്നാണ് അമർത്യാസൻ പറഞ്ഞത്. അത് വളരെ കൃത്യമായ നിരീക്ഷണമാണ്, നമ്മളത് മനസ്സിലാക്കണം. ഈ സംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവരാരും പറയുന്നത് പോലെ ഈ സംവരണത്തെ സംബന്ധിച്ചിട്ടുള്ള പഴയൊരു നിലപാട്, 50കളിൽ എടുത്തൊരു നിലപാട്, EMSൻ്റെ നിലപാട് ഈ പോളിറ്റ് ബ്യൂറോ ഒക്കെ ചർച്ച ചെയ്തിട്ടാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. അത്ര നിസ്സാരമായൊരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ചർച്ച ചെയ്ത് സീരിയസ് ആയി എടുത്തൊരു തീരുമാനമാണെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. അത് വളരെ കാഷ്വലി പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. മാത്രവുമല്ല, വർഗസമരത്തിൻ്റെ കേവലമായൊരു എക്സ്റ്റൻഷനായിട്ടാണ് സംവരണത്തെ കാണുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പിഴവ്. ഉള്ളവനും ഇല്ലാത്തവനുമേ ഉള്ളല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തവനെല്ലാം കൊടുക്കണം എന്നുള്ളൊരു സാമാന്യ തത്വമാണ് ഇവർ പറയുന്നത്. ഇത് ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നതാണ് നമ്മൾ രാഷ്ട്രീയമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇങ്ങനെ മനസ്സിലാക്കപ്പെടാതെ പോകാൻ കാരണം ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തെ മനസ്സിലാക്കുന്നതിൽ ഈ രാഷ്ട്രീയ കക്ഷികൾ പരാജയപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അഥവാ മനസ്സിലാക്കിയാൽ തന്നെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ചരടുവലികളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2 സാധ്യതകളാണ് നമ്മൾ രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിൽ വെക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമല ഇഷ്യൂവിൻ്റെ സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷം നയപരമായൊരു തിരുത്തൽ വരുത്തുന്നുണ്ട്. അതിനു മുമ്പ് അസ്പൃശ്യരായി കൽപ്പിക്കപ്പെട്ടിരുന്ന, ജാതി സംഘടനകളാണെന്ന് വിളിക്കപ്പെട്ടിരുന്ന, ജാതി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സംഘടനകളെന്ന് വിളിക്കപ്പെട്ടിരുന്നവർക്ക് നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യമുണ്ട് എന്നൊരു തിരുത്ത് കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് നയപരമായൊരു തിരുത്താണ്. KPMSനെയും SNDPയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയണം. 197 സംഘടനകളെ വിളിക്കുന്നത് ആ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. 1ാമത്തെ സംഘടന ഏതാണെന്നറിയാമോ? NSS. 2ാമത്തെ സംഘടന ഏതാണെന്നറിയാമോ? യോഗക്ഷേമ സഭയാണ്. ഈ KPMSൻ്റെതൊക്കെ 112ാമത്തോ 113ാമത്തൊക്കെയാണ്. അങ്ങനെ കൃത്യ ഓർഡർ ആ ലിസ്റ്റിൽ തന്നെ കാസ്റ്റിൻ്റെ ഹൈറാർക്കി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം. അങ്ങനെ നയപരമായൊരു മാറ്റം, നേരത്തെ കേവലം ജാതി സംഘടനകൾ മാത്രമാണെന്ന് ആക്ഷേപിക്കുകയോ പടിക്ക് പുറത്തു നിർത്തുകയോ ചെയ്ത സംഘടനകൾക്ക് നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞ കേവലം ഒരു വാക്കല്ല, അത് നയപരമായൊരു തിരുത്തായിരുന്നു. ആ നയപരമായ തിരുത്താണ് കേരളത്തിൽ ഒരുപക്ഷെ പാർട്ടിക്കാർക്ക് മാത്രം ഇഷ്ടമുണ്ടായിരുന്ന പിണറായി വിജയനെ കേരളത്തിൽ വലിയൊരു ബഹുജന നേതാവാക്കി മാറ്റിയത്. ബഹുജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമായി, ബഹുജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി കേരളത്തിലെ മുഖ്യമന്ത്രിയെ മാറ്റിയത് ആ നയപരമായ തീരുമാനത്തിലെ തിരുത്താണ്. ഇതിനകത്ത് ഞാൻ പറയുന്നൊരു കാര്യം, ഈ സംവരണത്തിൻ്റെ കാര്യത്തിലും
അത്തരം നയപരമായൊരു തിരുത്തിന് ഇവർ തയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതല്ലാതെ നയപരമായൊരു തീരുമാനത്തിന് സാധ്യതയുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൈമെയ് മറന്ന് രക്തസാക്ഷികളെ സൃഷ്ടിച്ച് പ്രതിരോധിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും ആക്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും ഒരേ അഭിപ്രായമാണെന്ന് പറയുന്നതിൽ എന്തോ ഒരു പന്തികേടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പന്തികേടിനെയാണ് ഞാൻ ബ്രാഹ്മണ്യം എന്ന് വിളിക്കുന്നത്. അതാണ് ബ്രാഹ്മണ്യം. ഈ ബ്രാഹ്മണ്യത്തെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് RSS അല്ല, RSS മാത്രമല്ല, BJP മാത്രമല്ല. ബ്രാഹ്മണ്യം നമ്മളെയെല്ലാം വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഒരു ജീർണമായ പ്രത്യശാസ്ത്ര അവബോധമാണ്. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും പിടികൂടിയിട്ടുണ്ട്, വളരെ വ്യക്തമായും ആഴത്തിലും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ബ്രാഹ്മണ്യവിരുദ്ധമായ ജാതിവിരുദ്ധമായ പാരമ്പര്യത്തെ നമുക്ക് രാഷ്ട്രീയമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടതും. ഇക്കാര്യത്തിലുള്ള എൻ്റെ 2 അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ആലോചനകളിൽ നവോത്ഥാന സങ്കല്പത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പൂർവകാല മഹിമ, ചരിത്രത്തിലെ ഏതെങ്കിലും പൂർവകാല മഹിമയാർന്ന ഒരു സ്മരണയെ അത് ഉണർത്തുന്നുണ്ട്. യൂറോപ്പിലൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഗ്രീക്ക് പാരമ്പര്യത്തെക്കുറിച്ചിട്ടുള്ള പുതിയ കണ്ടെത്തലുകളാണ് യൂറോപ്പിനെ അതിൻ്റെ ഇരുട്ടിൽ നിന്ന് രക്ഷിച്ചതെന്നാണ് നവോത്ഥാനത്തിൻ്റെ ചരിത്രം പലപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു ഭൂതകാലം ഓർക്കാൻ നമുക്കില്ല എന്നതാണ് നമ്മളെല്ലാവരും സമ്മതിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ പാരമ്പര്യത്തിൽ എന്തോ വലിയ മഹത്തായ കാര്യമുണ്ടെന്നും ഇന്ത്യയുടെ പാരമ്പര്യത്തിലെ ഊർജം സ്വീകരിച്ച് ജനാധിപത്യം സൃഷ്ടിക്കാമെന്നതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാരമ്പര്യത്തിൽ നിന്ന് സ്വാംശീകരിക്കാൻ, ജനാധിപത്യത്തിന് വേണ്ടി സ്വാംശീകരിക്കാൻ വളരെ വലിയ വിത്തുകളൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ആ നിലക്ക് ബ്രാഹ്മണ്യത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം നമുക്ക് താത്വികമായും പ്രായോഗികമായും കൈക്കൊള്ളാൻ കഴിയണം. അത്തരമൊരു നിലപാട് ഇന്ത്യൻ സമൂഹത്തിൽ വികസിപ്പിക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ധാരകളിൽ ഒന്നാണ് ഡോക്ടർ BR അംബേദ്കറുടേത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് അംബേദ്കർ എന്ന് പറഞ്ഞാൽ പോരാ. അംബേദ്കറിൻ്റെ ബ്രാഹ്മണ്യ വിരുദ്ധമായ സോഷ്യൽ അനാലിസിസിനെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനെ ആ ഉള്ളടക്കത്തെ കൂടി നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കമാക്കി മാറ്റുവാനും നമുക്ക് കഴിയണം. ഇത് സവർണ അവർണ യുദ്ധത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല, മറിച്ച് ഒരു സമൂഹത്തിന് ജനാധിപത്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ബ്രാഹ്മണ്യ ശക്തികളാണ് എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ബ്രാഹ്മണ്യത്തെ ചരിത്രപരമായി അനലൈസ് ചെയ്ത ഒരു പാരമ്പര്യമാണ് ഡോക്ടർ BR അംബേദ്കറുടേത്. അത് വൈജ്ഞാനികമായൊരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കനത്ത ഒരു വെല്ലുവിളി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഡോക്ടർ അംബേദ്കർ ലോകത്തെ വിശകലനം ചെയ്യാനായിട്ട് ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, ഇന്ത്യൻ സമൂഹത്തെ വിശകലനം ചെയ്യാൻ ഉപയോഗിച്ചൊരു കാറ്റഗറി കാസ്റ്റാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാസ്റ്റ് അല്ല. യഥാർത്ഥത്തിൽ ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉപയോഗിച്ചിട്ടാണ് സമൂഹത്തെ അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ അറിയണം. ഡിസ്ക്രിമിനേഷനാണ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഏറ്റവും അന്തർധാരയായി നിൽക്കുന്നത്. പല രൂപത്തിലുള്ള ഡിസ്ക്രിമിനേഷനാണ് എന്നതാണ് ഡോക്ടർ BR അംബേദ്കർ. എക്സ്ക്ലൂഷനെ കുറിച്ചിട്ടല്ല അംബേദ്കർ പറയുന്നത്, മറിച്ച് ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഒരു കാണ്ഡത്തിനകത്ത് തന്നെ നടക്കുന്ന ബഹിഷ്കരണമാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഒരു വിഭാഗത്തെ മുഴുവൻ വെറുതെ മാറ്റി നിർത്തുകയല്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സാണ് എന്നാണ് ഡോക്ടർ BR അംബേദ്കർ നമ്മളോട് പറയാൻ ശ്രമിച്ചൊരു കാര്യം. അതുകൊണ്ട് കേവലമായ നീതിക്ക് വേണ്ടിയുള്ള, കേവലമായ സമത്വത്തിന് വേണ്ടിയുള്ള ഒരു സിദ്ധാന്തത്തിനും ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം. അതിനൊരു പുതിയ തെരഞ്ഞെടുപ്പുകൾ, വൈജ്ഞാനികമായ തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു ധാരയാണ് ഡോക്ടർ BR അംബേദ്കറുടേത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ BR അംബേദ്കറുടെ സിദ്ധാന്തം കൊണ്ട് മാത്രം ഇന്ത്യയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന യാതൊരു വ്യാമോഹവും പുലർത്തുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഡോക്ടർ BR അംബേദ്കറെ പുറത്തു നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് അംബേദ്കറെ അകത്തേക്കെടുക്കുവാനും അംബേദ്കറിൻ്റെ സോഷ്യൽ അനാലിസിസിനെ ഫോളോ ചെയ്യുവാനും അതിൻ്റെ രീതിശാസ്ത്രത്തെ സ്വാംശീകരിക്കുവാനും രാഷ്ട്രീയ ചിന്തകളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ BR അംബേദ്കർ മാത്രമല്ല, റാം മനോഹർ ലോഹിയെ പോലെയുള്ള നിരവധി ധാരകൾ, ജാതിവിരുദ്ധവും മതനിരപേക്ഷവും അതോടൊപ്പം തന്നെ ബ്രാഹ്മണ്യ വിരുദ്ധവുമായിട്ടുള്ള നിരവധി ധാരകൾ കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. അവയുടെ മൂല്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് നമ്മളിനി ഭാവി തലമുറയ്ക്ക് വേണ്ടി മുന്നോട്ട് വെക്കേണ്ടത്. അല്ലാത്ത ഏതൊരു നീക്കവും ഇന്ത്യയിൽ പരാജയപ്പെടുത്തും എന്നത് ഉറപ്പാണ്. ഈ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴുള്ള ഒന്ന് രണ്ട് അഭാവങ്ങൾ വളരെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഗുരുവിൽ തുടങ്ങി സഹോദരയ്യപ്പനിൽ അവസാനിപ്പിക്കുന്ന ആ ഒരു രേഖീയമായ വിശദീകരണത്തിനപ്പുറം കേരളത്തിൽ യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ ആദ്യ അലകൾ ഉയരുന്നത് ഈ പറയുന്ന മാറുമറയ്ക്കൽ സമരത്തിൽ നിന്നാണ്. അതിനു മുമ്പ് വൈകുണ്ഠസ്വാമികൾ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള പരിപാടികളും ഈ സമത്വ സമാജം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം മിശ്രഭോജനം നടത്തുന്നുണ്ട്, വ്യത്യസ്ത സമുദായങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ജയിലിലും പോകുന്നുണ്ട്. അങ്ങനെ നിരവധി ധാരകളിലൂടെ കടന്നു വരുന്ന ഒരു സംഗതിയെ പലപ്പോഴും നമ്മൾ ഏകപക്ഷീയമായ ചില 2-3 ബിംബങ്ങളിൽ മാത്രം ഒതുക്കി മനസ്സിലാക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് പലപ്പോഴും നമ്മൾ പുലർത്തുന്നത്. അതിൽ നിന്ന് ഭിന്നമായി ഇതിൻ്റെ വ്യത്യസ്തമായ അടരുകളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിശാസ്ത്രം നമുക്ക് വികസിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഭരണപരിഷ്കാരങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ബോധപൂർവം നമ്മൾ നിശബ്ദരായിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്നത് ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ച് നമ്മുടെ പരമ്പരാഗതമായൊരു സങ്കല്പമുണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഒപ്രസീവ് മെഷറായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും നീതി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് നടത്തുന്ന ഏതെങ്കിലും നിയമനിർമ്മാണം സാമൂഹ്യ പുരോഗതിക്ക് ഉതകുമെന്ന് നമുക്ക് വിചാരിക്കാൻ നമ്മുടെ സിദ്ധാന്തം തന്നെ നമുക്ക് തടസ്സം നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ നിരവധിയായ നിയമനിർമ്മാണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിരവധിയായ അനീതികളെ തടഞ്ഞു നിർത്തുന്നതിൽ ഇല്ലാതാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മലബാറിലാണ് ടിപ്പുവിൻ്റെ പടയോട്ടം എന്നാണ് നമ്മൾ പലപ്പോഴും പറയാം. പക്ഷെ ടിപ്പുവിൻ്റെ മലബാറിൽ നടത്തിയ ഇടപെടലുകൾ യഥാർത്ഥത്തിൽ മലബാർ സമൂഹത്തെ അടിസ്ഥാനപരമായി പരിഷ്കരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് പീരങ്കി റോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന റോഡ് വെട്ടിയിട്ടാണ് മലബാറിലെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത്. ആ റോഡിൽ കൂടി നടക്കണമെങ്കിൽ ബ്ലൗസ് ഇട്ടിട്ടേ നടക്കാവൂ എന്ന് ടിപ്പു നിർബന്ധം പിടിക്കുന്നുണ്ട്. ആ ടിപ്പുവിനെ മലയാളി അപമാനിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്വന്തം വീട്ടിലെ പട്ടികൾക്കെല്ലാം ടിപ്പു എന്ന് പേരിട്ടുകൊണ്ടാണ് നമ്മൾ അപമാനിച്ചത്. ഇത്ര കൊടും ഭീകരന്മാരാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ അഴിച്ചു മാറ്റാൻ കഴിയണമെങ്കിൽ ഈ കാസ്റ്റിൻ്റെ ഒരു വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അത് നമ്മളെ തന്നെ നേരിടുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ക്ലാസ്സിന് ആ പ്രശ്നമില്ല. ക്ലാസ് നമ്മുടെ പുറത്തുള്ളൊരു കാര്യമാണ്. പുറത്തുള്ള കാര്യത്തെയാണ് നമ്മൾ നേരിടുന്നത്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി അതല്ല, സുനിൽ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ഈ എൻസ്ട്രേഞ്ച്മെൻ്റ് എന്നൊക്കെ പറയുന്ന സംഗതികൾ താത്വികമായിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ കാസ്റ്റ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നവനെയാണ് ബാധിക്കുന്നത്. അവിടെ പ്രശ്നം കിടക്കുന്നത്. അവനോടൊരു ചോദ്യം ചോദിക്കും, വളരെ കൃത്യമായി, നിൻ്റെ അകത്ത് ജാതി ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. അവനുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ജാതിയെക്കുറിച്ച് മിണ്ടാതിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി. ജാതിയെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് നമ്മളെ അഴിച്ചു പണിയേണ്ടി വരുമെന്നതാണ് ബ്രാഹ്മണ്യം നമ്മുടെ മുന്നിൽ വെക്കുന്ന കനത്ത വെല്ലുവിളി എന്ന് പറയുന്ന കാര്യം. അങ്ങനെ നമ്മളെ സ്വയം അഴിച്ചു പണിയാൻ തയ്യാറുണ്ടോ എന്ന നിർണായകമായൊരു ചോദ്യത്തിലാണ് നമ്മൾ വന്നു പെട്ട് നിൽക്കുന്നത്. വളരെ വ്യത്യസ്തമായ ധാരകളുടെ ഒരു കൂട്ടായ്മയാണ് എന്നെ കേൾക്കുന്നത് എന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഈ വ്യത്യസ്തമായ കൂട്ടായ്മകൾക്ക് ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആൻറ്റി ബ്രാഹ്മണിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ആൻറ്റി ബ്രാഹ്മണിക്കൽ പൊസിഷനാണ് ഈ ആർത്തവം എന്ന പ്രതിഭാസത്തെ, ജൈവികമായ പ്രതിഭാസത്തെ ഇത്രയും ഭീകരമായൊരു കുറ്റകൃത്യമായി സ്ത്രീകളുടെ മേൽ ആരോപിക്കുന്നത്. ബ്രാഹ്മണ്യമാണ് നമ്മൾ തിരിച്ചറിയണം. ബ്രാഹ്മണ്യ പുരുഷാധിപത്യമാണ്. ഇന്ത്യയിൽ പുരുഷാധിപത്യമല്ല ഉള്ളത്, ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയാണ് ഉള്ളതാണ് നമ്മൾ അറിയുന്നത്. ഈ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർ വർത്തമാനം പറഞ്ഞു തുടങ്ങുമ്പോൾ
എൻ്റെ ഒരു നേരിട്ടുള്ളൊരു അനുഭവം ഞാൻ പറയും. 92-ലാണെന്ന് തോന്നുന്നു കോട്ടയത്ത് ഫെമിനിസ്റ്റുകളുടെ വലിയൊരു യോഗം നടക്കുന്നത്. കേരളത്തിലെ വമ്പൻ താരങ്ങളാണ്, അന്നത്തെ പ്രധാന താരങ്ങളെല്ലാം അവിടെയുണ്ട്. രേഖയൊക്കെ അന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. രേഖയൊക്കെ പങ്കെടുത്ത ഒരു യോഗമാണ്. 2-3 ദിവസത്തെ ക്യാമ്പാണ്. അവിടെ ചർച്ചകളൊക്കെ ഇങ്ങനെ സജീവമായി ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷനിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയായപ്പോൾ അത്ര ഫെമിനിസ്റ്റായിട്ടൊന്നും അറിയപ്പെടാത്ത ഒരു പെൺകുട്ടി എഴുന്നേറ്റുന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ നേരമായാലോ സ്ത്രീകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, നിങ്ങൾ ഏത് സ്ത്രീയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? അതോടുകൂടി ആ ക്യാമ്പ് നിശബ്ദമാവുക. ഇത് അഴിച്ചെടുക്കേണ്ടി വരും. ബ്രാഹ്മണിക്കൽ പാർട്ടിക്കാർക്കൊരു ഒരു പ്രശ്നമാണ്. സ്ത്രീകളെല്ലാം ഏകമുഖമായ ഒരൊറ്റ പ്രശ്നമാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് ബാധകമായ കാര്യമല്ല. അതിന് ഡൈവേഴ്സിറ്റി ഉണ്ട്, വ്യത്യസ്തതകളുണ്ട്, വ്യത്യസ്തമായ അപ്രോച്ച് വേണ്ടി വരും, പല രൂപത്തിലും അതിനെ കാണേണ്ടി വരും. ആ ഒരു ഡൈവേഴ്സിറ്റിയെ അഡ്രസ്സ് ചെയ്യാനുള്ള തിയററ്റിക്കൽ എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് ഒരു കൂട്ടക്കലഹമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഇതാണ് നമ്മുടെ സാമൂഹ്യ പ്രശ്നത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ സമൂഹം നേരിടുന്ന പൊതുവായ എന്തൊക്കെ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ തേടി നടക്കുന്നത്. അങ്ങനെ പൊതുവായ പ്രശ്നത്തെ സൃഷ്ടിക്കുന്ന പൊതുവായ പ്രശ്നമെന്ന് നമ്മൾ കരുതുന്നത് പലപ്പോഴും പൊതുവല്ലെന്നും അത് പല രൂപത്തിലാണ് മനുഷ്യ വിഭാഗങ്ങളെ ബാധിക്കുന്നതെന്നും അത് വ്യത്യസ്തമായി കാണുവാനുള്ള ഒരു തിയററ്റിക്കൽ എക്യുപ്മെൻറ്റ് നമുക്ക് സ്വായത്തമാക്കും. ഇങ്ങനെ നമുക്ക് വളരെ വിവൃതമായ തലത്തിൽ, വ്യത്യസ്തമായ നിലപാടുകളിൽ ഈ സമൂഹത്തെ നോക്കിക്കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഈ പഴയതിൻ്റെ ഒരു ആവർത്തനമായിരിക്കും സംഭവിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയത്തെയാണ് നമ്മൾ ഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മനുഷ്യവംശത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വ്യത്യസ്തമായ ഇടപെടലുകളിൽ നിന്നെല്ലാം തന്നെ നമുക്കൊരു ഊർജം സമാഹരിക്കേണ്ടി വരും. അപ്പോഴും ഇന്ത്യക്കകത്ത് ഒരു ജനാധിപത്യ പ്രോസസ്സിനെ തടഞ്ഞു നിർത്തുന്നത് എന്തെന്നുള്ള ചോദ്യത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ ഒരു ഉത്തരമുണ്ട്. അത് ബ്രാഹ്മണ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം. ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് കേവലമായ ഈ ബ്രാഹ്മണരുടെ ഒരു മേധാവിത്വം എന്ന് മാത്രമല്ല. ബ്രാഹ്മണരുടെ മേധാവിത്വം ഞാൻ പലപ്പോഴും ആൾക്കാർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഞാൻ ബ്രാഹ്മണരെ കുറിച്ചല്ല പറയുന്നത്, ബ്രാഹ്മണ്യത്തെക്കുറിച്ചാണ്. ബ്രാഹ്മണ്യം വേറെ എന്തൊരു കാര്യമാണെന്ന് ആവർത്തിച്ച് പറയുന്നതിൽ ഒരു കാസ്റ്റ് കോൺഷ്യസ്നസ് ഉണ്ട്. അതായത് ഈ ബ്രാഹ്മണർ വിമർശനത്തിന് അതീതരാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മൾ അങ്ങനെയൊന്നുമല്ല. അവരെയൊക്കെ വിമർശിക്കാം. തന്ത്രികളെ ഒരു മന്ത്രി ഈ കഴിഞ്ഞ ആഴ്ച വിളിച്ചത് അദ്ദേഹം ഒരു രാക്ഷസ ബ്രാഹ്മണനാണെന്ന്. അദ്ദേഹം സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിച്ച് നടയടച്ചതിനെ കുറിച്ചിട്ട് മന്ത്രി പറഞ്ഞൊരു അഭിപ്രായമാണ് ഒരു രാക്ഷസ ബ്രാഹ്മണനാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, ഈ രാക്ഷസൻ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് മുഴുവൻ പട്ടികക്കാരുടെ തല കെട്ടിവെക്കുന്നൊരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാക്ഷസ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് അയാളാണ് ഉത്തമ ബ്രാഹ്മണൻ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബ്രാഹ്മണ്യത്തെ ഞാൻ വിടിയേതെന്നാണ് പറയുന്ന കാര്യം. അയാളാണ് ഉത്തമ ബ്രാഹ്മണൻ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതല്ലാതെ പാവം ബ്രാഹ്മണൻ ഉണ്ടായിരുന്നുള്ള കഥയല്ല നമ്മൾ പറയുന്നത്. പണ്ട് ഒരു ഗ്രാമത്തിൽ പാവം ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു പറഞ്ഞ കഥയല്ല നമ്മൾ പറയേണ്ടത്. അയാളാണ് ഉത്തമ ബ്രാഹ്മണൻ. സുപ്രീം കോടതി വെല്ലുവിളിച്ചാൽ പോലും ബ്രാഹ്മണ്യത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നതാണ് ഉത്തമ ബ്രാഹ്മണന്റെ ലക്ഷണം. അതിനെ കയറി രാക്ഷസൻ എന്ന് വിളിക്കുക. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ഇത് കേവലമായ അബദ്ധങ്ങളാണ് നമ്മൾ വിചാരിക്കരുത്. കേവലമായ അബദ്ധങ്ങൾ. ഇത് വളരെ വളരെ ബോധപൂർവമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ അടയാളങ്ങളാണ് അവയെല്ലാം. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന, ഒരുപക്ഷെ ഭരണഘടനാ വിദഗ്ധർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു പ്രവർത്തകൻ പറയുന്നൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടന ഒരു മഹാകാവ്യമാണെന്ന് അദ്ദേഹം പറയുന്നത്. നല്ലതെല്ലാം മഹാകാവ്യമായിരിക്കണം എന്നുള്ള നമ്മുടെ സങ്കല്പം തന്നെയാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നൊരു കാര്യം. അങ്ങനെ പല രൂപത്തിൽ നമ്മളെ വളഞ്ഞു പിടിക്കുന്ന ഈ ഹിന്ദുത്വമാണ് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളെ പൂർണ്ണമായും വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതെന്തോ പൂജനീയ വസ്തു ആയതുകൊണ്ട് മാത്രമല്ല. ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ നിർണായകമായിട്ടുള്ള മുഴുവൻ പോസ്റ്റുകളെയും അതിൻ്റെ ഭരണ നിയന്ത്രണത്തെ ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ സവർണ ബ്രാഹ്മണ വിഭാഗങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു നിയന്ത്രണമാണ്. ഇപ്പം ഇതിനകത്ത്
അർജുന അവാർഡ് നമ്മൾ കൊടുക്കത്തുള്ളൂ. ഈ അർജുനൻ വലിയ അമ്പെയ്ത്തുകാരനായത് എങ്ങനെയാണെന്നറിയാമോ? ഏകലവ്യൻ്റെ വിരൽ മുറിച്ച് കളഞ്ഞുകൊണ്ട് അയാൾ വലിയ പുള്ളിയായത്. പക്ഷെ അയാളുടെ പേരിൽ നമ്മൾ അവാർഡ് കൊടുക്കത്തുള്ളൂ. ഗരുഡ എന്നേ നമ്മൾ പേരിടുകയുള്ളൂ. വരുണ എന്നേ നമ്മുടെ മിസൈൽ നമ്മൾ പേരിടുകയുള്ളൂ. ഈ വരുണ ഗരുഡ ഒക്കെ എവിടെ നിന്നാണ് ഈ വരുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് ബ്രാഹ്മണ്യം. നമ്മുടെ അതുപോലെ ഒരു വളരെ ആധുനികമായൊരു സമൂഹത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പേര് വരുണൻ. ഏത് കപ്പലിന് പേരിട വരുണൻ, ഗരുഡൻ എന്നൊക്കെയാണ് പേരിടുന്നത്. ഈ വരുണൻ, ഗരുഡൻ ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ പറയുന്നത്. മയില് കണ്ണുനീര് കൊണ്ടാണ് പ്രത്യുൽപാദനം നടത്തുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? എന്തുകൊണ്ടാണ് വേറെ ഒരു പേരിടാത്തത്? ഇതെല്ലാവരും തീരുമാനിക്കുന്നത്. അവരതിൽ നിന്ന് പോവില്ല. അതുകൊണ്ട് മിസൈൽ വിടുന്നതിന് മുമ്പ് തേങ്ങ ഉടയ്ക്കുക എന്ന് പറയുന്ന ഒരു ബോധ്യമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഗതി. അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു കാര്യം. ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ പിടിമുറുക്കുന്ന ഈ ബ്രാഹ്മണ്യമാണ് ഇന്ന് നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരുന്നത്. ഈ സ്ത്രീകളോടുള്ള ഇത്രയും വലിയൊരു പക, ഇത്രയും വലിയൊരു വൈരാഗ്യബുദ്ധി ഈ മനുഷ്യവംശത്തിൻ്റെ പകുതിയോട് കാണിക്കാൻ ഈ പുരുഷനെ പ്രാപ്തമാക്കുന്ന കാര്യമെന്ത് എന്ന് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ സ്ത്രീകൾ തന്നെ ഇറങ്ങി നിൽക്കുന്നതിൻ്റെ കാര്യമെന്ത് നമ്മൾ കാണാം. ഇതാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി സൃഷ്ടിക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം സൃഷ്ടിച്ച മനുഷ്യരുടെ പരാജയമാണ് ഇപ്പോൾ ജനാധിപത്യത്തിന് ഏറ്റിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് പുറത്തുള്ള ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ ധാർമ്മികതയെപ്പോലും നിർമ്മിച്ചെടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ഭീകരമായൊരു അട്ടിമറി നടത്താൻ ഈ മനുഷ്യരെ എല്ലാം പ്രാപ്തമാക്കുന്നത് ഇതാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം വന്നപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളും ആ മുഖപ്രസംഗം എഴുതിക്കൊണ്ട് അതിനെ അപലപിക്കുക, അല്ലറ ചില്ലറ പത്രങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും അപലപിക്കുക മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും പിറ്റേ ദിവസം തന്നെ വ്യാപകമായ കലാപങ്ങൾ ഉണ്ടായി. ഈ പറയുന്ന നിലവിലുള്ള ഈ സംവരണത്തിൻ്റെ മാനദണ്ഡം അട്ടിമറിക്കാനായിട്ടുള്ള തീരുമാനം പുറത്തു വന്നിട്ട് ഒരു കലാപവും ഇന്ത്യയിൽ ഉണ്ടായില്ല. ഒരു കോളമെഴുത്തുകാരനും ഇന്ത്യൻ ഭരണഘടന മൂല്യം തകരുന്നു എന്ന് വിലപിച്ചില്ല. നമ്മളത് അറിയണം. നമ്മളുടെ സമൂഹത്തിൻ്റെ മനസ്സ് തന്നെ ഈ സംവരണ വിരുദ്ധതയിലാണ് ഊന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണഘടനാ നീതി എന്ന് പറയുന്ന കാര്യം ശബരിമലയ്ക്ക് ബാധകമായിരിക്കുമ്പോൾ ഭരണഘടനാ നീതി എന്ന് പറയുന്ന കാര്യം സംവരണത്തിന് ബാധകമല്ലാതായിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അതുകൊണ്ട് ഈ ഭരണഘടനാ നീതിയെ സമൂഹത്തിൻ്റെ മുഴുവൻ മേഖലയിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അത് സ്ത്രീ നീതിയുടെ കാര്യത്തിലായാലും ഈ പറയുന്ന സാമൂഹിക നീതിയുടെ കാര്യത്തിലായാലും സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലായാലും സംവരണത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നമ്മൾ പരിവർത്തനപ്പെട്ടാൽ മാത്രമേ ജനാധിപത്യം നമ്മുടെ സമൂഹത്തിൽ പുലരൂ എന്നത് വളരെ വ്യക്തമാണ്. നമ്മുടെ സമൂഹം ഇത്രമേൽ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യപരമായിരിക്കുന്നത് ഈ ഡൈവേഴ്സിറ്റിയെ അംഗീകരിച്ച് ആദരിക്കുന്നത് കൊണ്ടാണ്. ഈ ഡൈവേഴ്സിറ്റിയെ അംഗീകരിച്ച് അതിന് നിയമപരമായ അംഗീകാരം കൊടുത്ത് അവകാശം കൊടുത്ത് ഉറപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരിക്കുന്നത്. വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാക്കുന്നത്. ഈ സ്ത്രീകളുടെ അവകാശമായാലും ന്യൂനപക്ഷങ്ങളുടെ അവകാശമായാലും അങ്ങനെ സംവരണമായാലും പ്രത്യേക സംസ്ഥാനങ്ങൾക്കുള്ള പദവിയായാലും ആദിവാസികളുടെ സ്വയംഭരണാവകാശം തുടങ്ങി വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന വ്യത്യസ്തമായ അവകാശമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റായി നിൽക്കുന്നത്. അതിനെയാണ് അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബില്ലിൻ്റെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബില്ലിൽ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് വായിച്ചാൽ നമുക്കത് പിടികിട്ടും. ഒട്ടും സീരിയസ് ആയി ചർച്ച ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്തൊരു ബില്ലാണതെന്ന് തോന്നുന്നില്ല. അതിനകത്ത് പറയുന്നൊരു കാര്യം ഒരുപക്ഷെ ഇന്ത്യൻ കോടതികളിൽ നേരത്തെ പരാജയപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളിലെ 46-ാം അനുച്ഛേദത്തിൽ പറയുന്ന വീക്കർ സെക്ഷനും വിദ്യാഭ്യാസത്തിലെയും സമ്പത്തിലെയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് പട്ടിക വർഗ വിഭാഗങ്ങളുടെയും അതർ വീക്കർ സെക്ഷൻ്റെയും.
താല്പര്യം സംരക്ഷിക്കപ്പെടണം. അവരെ സാമൂഹികമായ വിവേചനത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അവരെ രക്ഷിക്കണം. അതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം. അപ്പോൾ ഈ 46-ാം വകുപ്പിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പുതിയ ബില്ല് വന്നിരിക്കുന്നത്. പറയുന്നൊരു കാര്യം, അങ്ങനെ ഈ വീക്കർ സെക്ഷൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് സംവരണം കൊടുക്കാനായിട്ട് ഞങ്ങൾ മുതിരുമ്പോൾ 16-ഉം 15-ഉം വകുപ്പുകൾ അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ 16, 14, 4-ാം അനുച്ഛേദങ്ങൾ തിരുത്തണം. ഇതാണ് അതിൽ പറയുന്നൊരു കാര്യം. ഇതിനകത്ത് ഇതേ കേസ് തന്നെ ഈ 46-ാം അനുച്ഛേദത്തെക്കുറിച്ച് തന്നെ 92-ലെ സുപ്രീം കോർട്ടിൻ്റെ വേഡിക്കിൽ വളരെ വ്യക്തമായും പറയുന്നുണ്ട്. 46-ാം അനുച്ഛേദത്തിൽ പറയുന്ന വീക്കർ സെക്ഷനും 16(4)-ൽ പറയുന്ന വീക്കർ സെക്ഷനും രണ്ട് ഉദ്ദേശത്തോടു കൂടി, അതിന് രണ്ടിനും ഒരേ അർത്ഥമല്ല ഉള്ളതെന്നും അത് രണ്ട് ലക്ഷ്യത്തോടു കൂടി ഉപയോഗിക്കുന്നതാണെന്നും അതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും കോടതി ഓൾറെഡി നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അത് ആവർത്തിച്ചിട്ടുകൊണ്ടാണ് ഈ ബില്ല് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതെല്ലാം അറിയാമെങ്കിലും ആ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗപ്രവേശം ചെയ്യുന്നതോടെ ഈ ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ജനാധിപത്യ വാഴ്ചയെ സംരക്ഷിക്കുക എന്നത് ജനങ്ങളുടെ ഒരു ദൗത്യമായി വരികയാണ്. നമ്മുടെ മുന്നിൽ ഒരു വഴിയെ, സുപ്രീം കോടതിയെ ആശ്രയിക്കുക എന്നൊരു വഴിയാണ് നിയമപരമായി നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ കൃത്യമായ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെയുള്ള പുതിയ ഒരു വഴി നമ്മൾ വെട്ടി തുറക്കേണ്ടതുണ്ട്. ഈ ആർത്തവത്തിൽ കേരളത്തിലെ വിലക്കപ്പെട്ട സ്ഥലത്തേക്ക് സ്ത്രീകളുടെ പ്രവേശനത്തെ സാധ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളാണ് ഈ ഒരു കൂട്ടായ്മയെ സൃഷ്ടിച്ചത്. സമൂഹത്തിന് വ്യത്യസ്തമായ തലങ്ങളിലുള്ള മനുഷ്യരാണ് ഇവിടെ കൂടിയിരുന്ന് ഈ സ്ത്രീകളുടെ നേരെയുള്ള ഈ അതിക്രമത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളത്. അതിലവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അശാസ്ത്രീയവും ഒരുപക്ഷെ അൺകോൺസ്റ്റിറ്റ്യൂഷണലും അൺഡെമോക്രാറ്റിക്കുമാണെന്ന് നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ ശരികളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ പ്രബലമായിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അതായത് ആർത്തവമുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നവർ പറയുന്നത് കേവലമായ ഒരു സംഗതിക്കപ്പുറം വലിയൊരു പാരമ്പര്യത്തെ, വലിയൊരു ആചാരത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ്. ഈ പാരമ്പര്യത്തെയും ആചാരത്തെയും സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ സോഷ്യൽ മൂവ്മെൻറ്റ് തന്നെയാണ് ബ്രാഹ്മണ്യത്തെ ഇന്ത്യയിൽ, കേരളത്തിൽ നട്ടുവളർത്തുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മുടെ തന്നെ പൗരാണികതയെ, നമ്മുടെ തന്നെ ചരിത്രത്തെ വിമർശബോധ്യത്താൽ സമീപിക്കുവാൻ നമുക്ക് കഴിയും. ഈ വിമർശബോധ്യം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓൾറെഡി നമ്മൾ പറയുന്ന ഈ ഹിന്ദുഐസ്ഡ് ആയിട്ടുള്ള ആർഷഭാരത സംസ്കാരത്തിൽ തുടങ്ങി വരുന്ന വൈദിക പാരമ്പര്യത്തിൽ നിന്നും നമുക്കൊരു വിമർശാവബോധം കിട്ടില്ലെന്നും ഈ വൈദിക പാരമ്പര്യത്തിന് വെളിയിലുള്ള ഇന്ത്യൻ വൈജ്ഞാനിക ധാരകളാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തിനെതിരെ ഒരു വിമർശാവബോധത്തെ സൃഷ്ടിച്ചത് എന്ന വ്യക്തമായൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വൈദികമായ പാരമ്പര്യത്തെ ഏതെങ്കിലും തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട്, ഏതെങ്കിലും തരത്തിൽ നവീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് ജനാധിപത്യത്തിലേക്ക് പോകാൻ കഴിയില്ലെന്നും, മറിച്ച് വൈദിക പാരമ്പര്യത്തിന് വെളിയിലുള്ള നമ്മുടെ ചരിത്ര സാംസ്കാരിക വിശ്വാസധാരകളിലെ ഈ വിമർശാവബോധത്തെയാണ് ഇനി ചരിത്രത്തിൽ നമ്മൾ മുന്നോട്ടെടുക്കേണ്ടത് എന്ന മർമ്മപ്രധാനമായ കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് നമ്മൾ പറയുന്ന സോക്കോൾഡ് വേദങ്ങളുടെ നാടെന്ന് പറയുന്ന ഇന്ത്യ ഉണ്ടായത് ഇൻഡോളജിസ്റ്റുകളിൽ നിന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഒരു പാണ്ഡിത്യം എന്ന നിലയിൽ നമ്മൾ പറയുന്നതല്ലാതെ ഇതൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ശിലയാക്കി നമ്മൾ മാറ്റാറില്ല. മാക്സ് മുള്ളർ അടക്കമുള്ള പൗരസ്ത്യ പണ്ഡിതരാണ് ഇന്ത്യ വേദങ്ങളുടെ നാടാണ് എന്ന സൈദ്ധാന്തിക ലോകത്തെ നിർമ്മിച്ചെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ പറയുന്നതിൽ ഒരു പുതുമയുമില്ല എന്നെനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, അത് നമുക്ക് പാണ്ഡിത്യമെന്ന നിലയിൽ നമുക്കറിയാമെങ്കിലും, ചരിത്രമെന്ന നിലയിൽ നമുക്കറിയാമെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ നമ്മൾ ഒരിക്കലും അനലൈസ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യ വേദങ്ങളുടെ നാടാണെന്നുള്ള ഈ അവബോധം ഈ പൗരസ്ത്യ പണ്ഡിതർ ഉണ്ടാക്കിയ ഹിന്ദു ഇന്ത്യയെ സംബന്ധിച്ച ഈ മിഥ്യാസങ്കല്പം ആ സങ്കല്പം രൂപം കൊള്ളുന്നതോടെ അതിന് വെളിയിലുള്ള മുഴുവൻ ധാരകളെയും, അത് തത്വശാസ്ത്ര ധാരകളുണ്ട്,
സാംസ്കാരിക ധാരകളുണ്ട്, വിശ്വാസധാരകളുണ്ട്, മതധാരകളുണ്ട്. അതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഇന്ത്യൻ അല്ലാതായി മാറുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ വൈദിക ഇന്ത്യ എന്ന് പറയുന്ന ആ സങ്കല്പനത്തോടാണ് നമ്മൾ രാഷ്ട്രീയമായും സാംസ്കാരികമായും കണക്ക് തീർക്കേണ്ടി വരിക. അതുകൊണ്ട് ഈ വൈദിക പാരമ്പര്യത്തെ വൈജ്ഞാനികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും വിമർശിച്ച് മറികടന്നുകൊണ്ട് മാത്രമേ നമുക്ക് പുതിയ രാഷ്ട്രീയം ഉണ്ടാക്കാൻ പറ്റൂ. നിങ്ങൾക്കറിയാമോ, രണ്ട് കവലകളിൽ രണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിച്ച് തിരിച്ച് ഈ രണ്ടു പേർ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ, അവരുടെ ബന്ധുക്കൾ ഒരേ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുതു വരുന്ന നിരാശാജനകമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ സാംസ്കാരികമായി നമ്മൾ ഹിന്ദു ഇന്ത്യക്കകത്താണ് ജീവിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഞാൻ പറയുന്നത് ഈ വൈദിക പാരമ്പര്യത്തിൽ നിന്നും ബ്രാഹ്മണിക പാരമ്പര്യത്തിൽ നിന്നും നമുക്ക് വിമർശാവബോധത്തോടെ മാറി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊരു പുതിയ രാഷ്ട്രീയം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഏത് രാഷ്ട്രീയം ഉണ്ടാക്കിയാലും ആത്യന്തികമായി അത് ബ്രാഹ്മണ സേവയിലേക്ക് അധപതിക്കുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗരൂകരായി ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച ഇത്തരം അറിവുകളെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അച്ചുതണ്ടാക്കി മാറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലാതെ അത് കേവലം ഒരു വിജ്ഞാനമായി നമ്മുടെ കയ്യിലിരിക്കുകയും നമ്മുടെ രാഷ്ട്രീയമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം മറ്റു ചിലതായിരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും നമ്മളെ മുന്നോട്ട് നയിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഹിന്ദു ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഈ തെറ്റിദ്ധാരണകളെ, ഇന്ത്യ എന്നാൽ അതൊന്നുമല്ല, ഞാൻ വളരെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇന്ത്യ വേദങ്ങളുടെ നാട്. EMSൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് കൂടിയാണ്, നമ്മളത് അറിയണത്. ഈ വേദങ്ങളുടെ നാടെന്നത് ഇങ്ങനെ ഈ വേദങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന സങ്കല്പത്തിൽ നിന്ന് അദ്ദേഹത്തിനും പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാംസ്കാരികമായി നമ്മൾ ഈ ഒരു ലോക്കിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞൊരു ശൂന്യാകാശമൊന്നുമല്ല, നമ്മളങ്ങനെ വിചാരിക്കുകയും വേണ്ട. ആ മേഖലയിൽ കാര്യമായ പണികൾ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് അജ്ഞാതമായിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയമായ വിവേകത്തിലേക്ക് ഈ വിവേകം കടന്നു വരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബ്രാഹ്മണ്യ വിരുദ്ധമായ സ്റ്റാൻഡെടുത്ത, ബ്രാഹ്മണ്യ ആധിപത്യത്തിനെതിരെ സ്റ്റാൻഡെടുത്ത ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദിമ പരിശ്രമമായിട്ടുള്ള ബൗദ്ധ പാരമ്പര്യത്തെ, ശ്രമണ പാരമ്പര്യത്തെ നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ഏതെങ്കിലും മൂലയിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ നിരവധി ധാരകളുണ്ട്. ആ ധാരകൾ മുഴുവനും നമ്മുടെ ഈ വൈദിക പാരമ്പര്യത്തിന് വെളിയിലുള്ള സംഗതികളാണ്. ആ പാരമ്പര്യങ്ങളെ, ആ ചരിത്രത്തെ, ആ ചരിത്രം സൃഷ്ടിച്ച വിമർശാവബോധത്തെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ രാഷ്ട്രീയ ചിന്തയുടെ അടിസ്ഥാനങ്ങളിലേക്ക്, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ബ്രാഹ്മണ്യത്തിന് മുന്നിൽ ഇനിയും പരാജയപ്പെടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതൊരു കാര്യമുള്ളത്, ചരിത്രത്തിൽ നിന്ന് മാത്രം ഇതെല്ലാത്തിനും ഉത്തരമുണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്കാർക്കും ഇല്ല എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് സ്ത്രീനീതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊന്നും തന്നെ അതൊരു പ്രധാനമായ അജണ്ടയായി സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായും അതിനു വേണ്ടി വരിക സ്ത്രീ നീതിയെ സംബന്ധിച്ച, ലിംഗ സമത്വത്തെ സംബന്ധിച്ച നമ്മുടെ സങ്കല്പനങ്ങൾക്ക് ആധാരമാകേണ്ടത് തീർച്ചയായിട്ടും സ്ത്രീകൾ നടത്തുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നമ്മളിതിൻ്റെ ഒരു ഊർജം കണ്ടെത്താൻ കഴിയുക. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വ്യത്യസ്തമായ ലെയറുകളിൽ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന നിലക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ സ്ത്രീകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ബഹുതലത്തിലുള്ള ഭാഷണങ്ങളാണ് സ്ത്രീകളുടെ പക്ഷത്തുനിന്ന് രൂപപ്പെട്ടു വരിക. അതിനെ ഒരു ജനാധിപത്യത്തിൻ്റെ തത്വബോധത്തിൽ നിന്നുകൊണ്ട് അത്തരം അന്വേഷണങ്ങളെ, അത്തരം അഭിപ്രായങ്ങളെ കേൾക്കുവാനും അത് ഒരുമിച്ച് നിൽക്കുവാനും കഴിയുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു പുതുമണ്ഡലമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്. എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന പഴയ പൗരസമൂഹത്തിന് പകരം ഈ വ്യത്യസ്തതകളെ മനസ്സിലാവാഹിക്കുവാനും ഈ പറയുന്ന ബ്രാഹ്മണ്യ പാരമ്പര്യത്തെ, വൈദിക ഇന്ത്യയെ പിഴുതെറിയാൻ കഴിയുന്ന ഒരു വിമർശാവബോധം ഉള്ളിൽ സൂക്ഷിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ തുടർന്ന്
ആദ്യഘട്ടത്തിൽ നമ്മൾ വർഗത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ വർണ്ണത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ ജാതിയെക്കുറിച്ച് പറയുന്നു, പിന്നെ ലിംഗനീതിയെക്കുറിച്ച് പറയുന്നു. ഇവിടെയൊന്നും ചരിത്രം നിൽക്കുന്നില്ല, നമ്മൾ അറിയണം. ഇപ്പോൾ നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും മാറി നിൽക്ക്, ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയുന്ന പുതിയൊരു വിഭാഗം നമ്മുടെ ഈ സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് അതൊരു പുതിയ വിഭാഗമാണ്. അവർ നിങ്ങളൊന്ന് മാറി നിൽക്കാനാണ് പറയുന്നത്. അവർണൻ സവർണനോട് മാറി നിൽക്കാൻ പറയുന്നത് പോലെ നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഒന്ന് മാറി നിൽക്കും, ഞങ്ങൾ ചില കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന മനുഷ്യനെ സംബന്ധിച്ച സങ്കല്പമാണ് തകർന്നു വീഴുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ അറിയേണ്ടത്. പുതിയ മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പം നമുക്കില്ല എങ്കിൽ, ഒരു നവ മനുഷ്യനെ സംബന്ധിച്ചൊരു സങ്കല്പം നമുക്കില്ല എങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വാക്കുകൾ വെറും കൂക്കുവിളികളായി മാത്രമേ നമുക്ക് മനസ്സിലാവൂ. മറിച്ച് അതിൻ്റെ അർത്ഥം നമ്മുടെ തലയ്ക്കകത്ത് കയറണമെങ്കിൽ, സ്ത്രീകൾ പറയുന്ന വാക്കുകളുടെ അർത്ഥം നമ്മുടെ തലയ്ക്കകത്ത് കയറണമെങ്കിൽ പുതിയൊരു മനുഷ്യനെ സങ്കല്പത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതിൻ്റെ ഒട്ടനവധി കൈവഴികൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതിനെ എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഏറ്റവും അവസാനം നമ്മൾ നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനത്തിനകത്തുകൂടി ഇതങ്ങ് പരിഹരിച്ചെടുക്കാം നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് പറയേണ്ടി വരും. അവിടെയൊന്നും ഒരു പരിഹാരമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന അവരൊക്കെ എന്തോ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് കൃത്യമായി കണക്ക് കൂട്ടിയൊക്കെ കാര്യം, അങ്ങനെയൊന്നുമില്ല. അവരങ്ങനെ കണക്കൊന്നും കൂട്ടുന്നൊന്നുമില്ല. കൂടി കൂട്ടുന്ന കണക്ക് വോട്ടിന് കണക്ക് മാത്രമേ കൂട്ടുന്നുള്ളൂ. വേറെ ഒരു കണക്കും അവർ കൂട്ടാറില്ല. മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലും അവർക്ക് പ്രശ്നമില്ല. ആരൊക്കെ ആക്രമിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നം. അവർ വോട്ടിൻ്റെ കണക്കാണ് കൂട്ടുന്നത്. അതിനപ്പുറം മനുഷ്യൻ്റെ കണക്ക് കൂട്ടുന്ന പുതിയൊരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ ജനങ്ങളെ നയിക്കേണ്ടത്. അതൊരു പുതിയ പ്രസ്ഥാനമായി ആ പ്രസ്ഥാനത്തിന് ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ സങ്കീർണതകളെ അഭിസംബോധന ചെയ്യാൻ കഴിയേണ്ടതെന്നുള്ളതാണ്. നമ്മളുടെ ഒരു വലിയ പരാജയം സങ്കീർണതകളെ അഭിസംബോധന ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ തന്നെ അസ്തിത്വത്തിൻ്റെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ വിവിധ ബന്ധങ്ങളിലൂടെ രൂപപ്പെട്ടിട്ടുള്ള, സുനിൽ എപ്പോഴും പറയുന്നൊരു വാക്യമാണ്, മനുഷ്യൻ എന്നത് ഈ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ്, സാമൂഹികമായ ബന്ധങ്ങളുടെ, വർഗബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണെന്നുള്ള മാർക്സിൻ്റെ നിലപാടുകൾ ആവർത്തിച്ച് പറയുന്ന ഒരാളാണ്. നമ്മുടെ ഈ വ്യത്യസ്തമായ ഈ ബന്ധങ്ങളുടെ സമഗ്രതയെ ഒരിക്കൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഈ പുതിയ മൂവ്മെൻറ്റ്, ഈ കൂട്ടായ്മ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നൊരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആ രാഷ്ട്രീയം പുതിയൊരു പൗരസമൂഹത്തിന് വേണ്ടിയുള്ള വാദഗതിയാണ് ഉന്നയിക്കാനിരിക്കുന്നത്. അതൊരു പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ നയങ്ങളെ തിരുത്താൻ പോലും പ്രാപ്തമാകുന്ന പുതിയൊരു പൗരസമൂഹമായിരിക്കും നമുക്കുണ്ടാകണം. ആ പൗരസമൂഹത്തിൽ വ്യത്യസ്തതകളില്ലാത്ത, എല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന, ഒരേ മുഖമുള്ള മനുഷ്യരെ അല്ല ആ പൗരസമൂഹം സൃഷ്ടിക്കുക. വ്യത്യസ്തരായ മനുഷ്യരെ വ്യത്യസ്തമായ ആശയങ്ങളോടെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ജനാധിപത്യത്തിൻ്റെ വിശാലമായ ഒരിടമാക്കി നമ്മൾ അതിനെ ഭാവന ചെയ്യേണ്ടത്. അവിടെ സ്ത്രീ നീതിയും ലിംഗനീതിയും ഒക്കെ, സാമൂഹ്യ നീതിയുമൊക്കെ മർമ്മപ്രധാനമായ ജീവവായുവായി നാം എടുക്കേണ്ടതുണ്ട്. അത്തരം ഒരു കർത്തവ്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഊന്നേണ്ട സ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞ വൈദിക ബ്രാഹ്മണ്യമല്ല. അതൊരിക്കലും നമ്മളെ രക്ഷിക്കില്ല, ഒരിക്കലും നമ്മളെ മുന്നോട്ട് നടക്കാൻ സഹായിക്കില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ത്യയിലുള്ളത് വെറും അസമത്വമല്ല, അത് ശ്രേണീകൃത അസമത്വമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ബഹുതല പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അത്തരമൊരു രാഷ്ട്രീയ കടമ കൂടി ഈ സമ്മേളനത്തിന് മുന്നിൽ ഇപ്പോൾ കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സമ്മേളനം ഒരിക്കലും നിരാശാജനകമായ ഒരു സന്ദർഭത്തിലുമല്ല നടക്കുന്നത്. തീർച്ചയായും നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യവംശം ഈ ചരിത്ര സന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. അവരുടെ മുന്നിൽ അതിൻ്റെ വഴികൾ തെളിഞ്ഞിട്ടുണ്ട്. അത്തരം വഴികളിലൂടെ, ദുർഘടമാണെങ്കിലും അത്തരം വഴികളിലൂടെ നടന്ന് നെൽസൺ മണ്ടേലയുടെ ജീവചരിത്രത്തിൻ്റെ ആമുഖം സ്വാതന്ത്ര്യത്തിലേക്ക് എളുപ്പവഴി ഇല്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിലും സ്വാതന്ത്ര്യത്തിലേക്ക് എളുപ്പവഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ദീർഘകാല പ്രവർത്തനത്തിലേക്ക് നമുക്കെല്ലാവർക്കും പോകാൻ കഴിയണം. അതിൻ്റെ താങ്ങും തണലുമായി നമ്മുടെ ചരിത്രവും നമ്മുടെ താത്വികവും വിശ്വാസപരവുമായ ഒരു ചരിത്രം നമുക്കുണ്ട്
എന്ന തിരിച്ചറിവിൽ ഇതിൻ്റെ സമൂഹത്തെ പഠിക്കുവാനുള്ള പുതിയ ഉപാധികൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.